ഹായ് നമസ്കാരം. ഞാനിപ്പോൾ ആയൂരിലാണുള്ളത്. മഴയാണ്, ഭയങ്കര മഴയാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നമുക്കൊക്കെ യഥാർത്ഥത്തിൽ വലിയ നാണമുണ്ട് പല കാര്യത്തിലും അല്ലേ. എന്നാൽ നാണമില്ലാത്ത ഒരു പണി ഞാൻ കാണിച്ചു തരാം. നമസ്കാരം. ആയൂരിലെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അധികാരികളുടെ മുന്നിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയുള്ള ഒരു ശ്രമം നടത്തുന്നത്. യഥാർത്ഥത്തിൽ നമുക്കൊക്കെ ആണെങ്കിൽ അല്പമെങ്കിലുമൊക്കെ ഒരു നാണമുണ്ടല്ലേ. എല്ലാ പൊതുജനങ്ങൾക്കും ഒരു നാണമുണ്ട്. അവർക്കൊരു എന്താ പറയുക, കാര്യങ്ങൾ ശരിയായ രീതിയിൽ ചെയ്തില്ലെങ്കിൽ മറ്റാരെങ്കിലും കളിയാക്കും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറയുമെന്നുള്ളൊരു നാണമുണ്ട്. പക്ഷേ ഇതൊന്നും ഇല്ലാത്ത ഒരു സംഭവമാണ് ഇപ്പോൾ ആയൂരിൽ കാണുന്നത്. നിരവധി നാളുകളായി, വർഷങ്ങളായി തന്നെ ഇത്തരത്തിൽ ആയൂരിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗത്ത്, പ്രധാന റോഡിലാണ് ഇത്തരത്തിൽ വലിയൊരു കുഴി രൂപപ്പെട്ടിരിക്കുന്നത്. ഇത് പലതവണയാണ് അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരിക്കുന്നത്. നിരവധി തവണ ഇവിടെ ഇരുചക്ര വാഹനങ്ങൾ മറിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ ഇതൊക്കെ മറിഞ്ഞു വീണിട്ടും, ഇതൊക്കെ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ഈ കുഴി അടയ്ക്കുവാനായിട്ട് യാതൊരുവിധ ഇടപെടലുകളും ആരും നടത്തുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ഗൗരവമേറിയ ഒരു വിഷയം. കഴിഞ്ഞ 4 ദിവസത്തിന് മുൻപ് ഈ കുഴിയിൽ രാത്രി സമയത്ത് ആരോ കുറച്ച് മെറ്റിലും ചരലും ഒക്കെ കൊണ്ടിട്ടിട്ട് പോയി. പക്ഷേ അത് പിറ്റേ ദിവസം പെയ്ത മഴയത്ത് മെറ്റിലും ചരലും പോയി എന്ന് മാത്രമല്ല, അവിടെ കൂടുതൽ കുഴി രൂപപ്പെട്ടു എന്നുള്ളതാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. നൂറുകണക്കിന് വാഹനങ്ങൾ, ആയിരക്കണക്കിന് വാഹനങ്ങളാണ് ദിവസേന ഇതിൽ കൂടി കടന്നു പോകുന്നത്. ആംബുലൻസൊക്കെ വളരെ വേഗതയിൽ ചീറിപ്പാഞ്ഞു പോകുന്ന ഒരു സ്ഥലമാണ്. അപ്പുറത്തെ വശത്തെ റോഡില്ലെങ്കിൽ ആംബുലൻസൊക്കെ ഈ സൈഡിലെ റോഡാണ് പലപ്പോഴും ഉപയോഗിക്കുന്നത്. അവിടെയാണ് റോഡിന് നടുക്കായി ഇത്തരത്തിൽ അഗാധമായ ഒരു കുഴി രൂപപ്പെട്ടിരിക്കുന്നത്. ഈ കുഴി അടയ്ക്കുവാൻ ഉത്തരവാദിത്തമുള്ള ആരും ഇല്ലെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ വളരെ വലുതാണ്. ഇതുമായി ബന്ധപ്പെട്ട്, ഈ റോഡുമായി ബന്ധപ്പെട്ട് ഉത്തരവാദിത്തമുള്ള ഒരു ഉദ്യോഗസ്ഥനും ഇത് കണ്ടിട്ട് പോലും ഈ കുഴി അടച്ച് ജനങ്ങൾക്ക് ശരിയായ രീതിയിൽ യാത്ര ചെയ്യുവാനുള്ള ഒരു സൗകര്യം ഒരുക്കുന്നില്ല. അതും ഈ പ്രധാനപ്പെട്ട ആയൂർ ടൗണിൽ ഒരുക്കുന്നില്ല എന്നുള്ളത് വളരെ ഗുരുതരമായൊരു കുറ്റം തന്നെയാണ്. ഇനിയിപ്പോൾ ഇത് അടയ്ക്കാത്തത് മഴയായതുകൊണ്ടാണെന്നൊക്കെ വലിയ കാര്യങ്ങളൊക്കെ പറയും. പക്ഷേ മഴയ്ക്ക് മുന്നേ ഏകദേശം 1 വർഷമായിട്ട് ഈ കുഴി വലിയ ഗുരുതരമായ ഒരു കുഴിയായിട്ട് ആയൂർ ടൗണിൻ്റെ മധ്യഭാഗത്തായിട്ട് ഇതിങ്ങനെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അത് അന്നൊന്നും അടയ്ക്കാൻ കഴിയാത്തവർ ഇനിയിപ്പോൾ മഴയെ കുറ്റം പറഞ്ഞ് മുന്നോട്ട് വരുമെന്ന് തന്നെയാണ് നമുക്ക് ആദ്യമായി ഈ ഉദ്യോഗസ്ഥന്മാരോട് പറയാനുള്ളത്. വലിയൊരു കുഴിയാണ്. കഴിയുന്ന സാഹചര്യമാണെങ്കിൽ ഈ കുഴി അടച്ച് ജനങ്ങൾക്ക് സൗകര്യപ്രദമായ രീതിയിൽ യാത്ര ചെയ്യാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കണമെന്ന് തന്നെയാണ് പറയുവാനുള്ളത്.